ഇന്നിപ്പോൾ ഒരു കർമൂസ എടുത്തിട്ടുണ്ട്. കർമൂസ വീട്ടിലുള്ള ഒരു പരിപാടിയില്ല. വീട്ടിലിപ്പം കർമൂസന് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കർമൂസ വെച്ചുള്ള ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കർമൂസേൻ്റെ തൊലി നമ്മൾ കളയുകയാണ്. തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇന്നെന്തോ തിരക്കിട്ട പണിയിലാണ്. തിരക്കുള്ള പണിയിൽ നമ്മൾ ആദ്യം കണ്ടല്ലോ പപ്പായ അഥവാ കർമൂസ. പല സ്ഥലത്തും പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ കർമൂസ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ണങ്ങൾ ചെറുതാക്കി വെച്ചിട്ട് ഇന്ന് നമുക്ക് ഇതിനെ കൊണ്ട് ഒരു അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കർമൂസ അലുവ. അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അല്ലേ. ഇപ്പം കർമൂസ അലുവ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കർമൂസ തൊലിയൊക്കെ കളഞ്ഞ് ഏകദേശം ഇതേപോലെ അല്ലേ എത്ര വലുപ്പത്തിൽ ആക്കിയിട്ടുണ്ട്. മിക്സിയിൽ. പിന്നെ നമ്മൾ നാലാണി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു അളവാണ് കേട്ടോ ശർക്കര. അപ്പോൾ കർമൂസയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ശർക്കര എടുത്തത്. പിന്നെ ഒരു കർമൂസ എടുത്ത്. പിന്നെ നമ്മൾ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവറിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. ആദ്യം നമുക്ക് ഈ കർമൂസ നമുക്ക് കുക്കറിൽ വേവിക്കണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ ഗ്യാസ് അടുപ്പ് കത്തിച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് കർമൂസ വെക്കാൻ പരിപാടി നോക്കാം. നമ്മൾ കുക്കറിൽ കർമൂസ വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എത്ര വെള്ളം വേണ്ടി വരും? മുങ്ങി വെക്കാൻ വെള്ളം വേണോ? അപ്പോൾ കുക്കറിൽ കർമൂസ വെച്ചിട്ടുണ്ട്. കുക്കറിൽ അടിച്ചെടുക്കുന്നതിനെ കൊണ്ടാണ് നമ്മൾ ഓവർ ചെറുതാക്കാഞ്ഞത് അല്ലേ. മിക്സിയിൽ കുക്കറിലൊന്ന് വേവിച്ചിട്ട് മിക്സി ഇട്ടടിക്കും. ഓക്കെ, ഒന്ന് വെന്തോട്ടെ. അപ്പോൾ നമ്മൾ കുക്കറിൽ വെന്തോട്ടെ. നമ്മൾ ഈ അരക്കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് നമ്മൾ എടുത്തത്. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കുക അല്ലേ. ശർക്കര ഉരുക്കണം. അപ്പം തോനെ വെള്ളം ഒഴിച്ചിട്ട് അത് ഇതായി പോരുത് അല്ലേ. പാകത്തിന് വെള്ളം ഒഴിക്കുക ചെയ്യാവും. എത്ര പാകം എന്ന് വെച്ചാൽ ഇതൊന്ന് മുഴുപ്പിച്ച്. പിന്നെ ഈ ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കണം അല്ലേ. ഉരുക്കിയ ശർക്കരേന്റെ വെള്ളത്തിൽ കർമൂസ മിക്സിയിൽ അടിച്ചെടുക്കും. ഓ ശരി ശരി. കോൺഫ്ലവർ നമ്മൾ ഇതോളം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഓവർ ലൂസ് വേണ്ട അല്ലേ. മുഴുവൻ ശർക്കര ഉരുക്കാൻ വേണ്ടി ശർക്കരൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മതി കേട്ടോ, കാരണം ശർക്കര ഉരുകാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുക്കർ അവിടുന്ന് റെഡി ആവുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ശർക്കരയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാൽ അരിഞ്ഞ് കിട്ടും. അതൊന്ന് അരിഞ്ഞിട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് അരിഞ്ഞിട്ടാൽ വേഗം ആകും. അപ്പോൾ നമ്മൾ വേഗം ആവുന്ന പരിപാടിക്കാരാണല്ലോ. കുക്കർ അതാ വിസിൽ വിളിക്കുന്നു. അത് ഒന്നുകൂടി അടിഞ്ഞു വിടാം. പൊട്ടിച്ചിട്ടാൽ വേഗം ആവാൻ വേണ്ടിയിട്ടാണ് പൊട്ടിച്ചിട്ടത്. നമ്മളൊരു 3 വിസിൽ വെച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് നമുക്ക് അറിഞ്ഞിട്ടാൽ ഒരു 3 വിസിൽ വിളിച്ചിട്ടുണ്ട്. 3 വിസിൽ വെച്ചതിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ മുകളിൽ നമ്മൾ ശർക്കര വേവിച്ചെടുക്കുകയാണ്. ശർക്കര വേവിക്കല്ല, ശർക്കര ഉരുക്കിയെടുക്കും. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി നല്ലോണം ഉരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. കുക്കറൊക്കെ തണിഞ്ഞതിന് ശേഷം നമ്മൾ എത്ര വിസിൽ വിളിച്ചിട്ടുണ്ട്? 3 വിസിലോ. അപ്പോൾ ഈ കുക്കർ തണിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഞങ്ങളുടെ 3 വിസിൽ റെഡിയായി. നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ കർമൂസ പല സ്ഥലത്തും പല വേവായിരിക്കും. വെന്തിട്ടില്ലെങ്കിൽ ഇത് നല്ലോണം വേവിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. നല്ലോണം വേവണം. ഏകദേശം എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ വെന്തലിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പോൾ 3 വിസിൽ ഞങ്ങൾ വെന്തില്ല എന്ന് പറയരുത്. അപ്പോൾ നമ്മളിത് നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് തണുക്കണം. മിക്സിയിലിട്ട് തണുക്കാതെ നമ്മൾ അടിക്കില്ലല്ലോ. തണുക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കശുവണ്ടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കശുവണ്ടിയും കൂടി നമ്മൾ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വഴി നിർബന്ധം കശുവണ്ടി വേണം. അപ്പോൾ നമ്മൾ കശുവണ്ടിയും കൂടി ചെറുതാക്കി ഇതാക്കിയിട്ട് ഇതിലിടാൻ പോകും. നമ്മൾ തേങ്ങാക്കൂത്ത് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. പിന്നെ മുന്തിരി, ഉണക്കമുന്തിരി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ തണിഞ്ഞിട്ടുണ്ട്. നമ്മളിത് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കാൻ പോകാം. ശർക്കര വെച്ചടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെന്താ ശർക്കരയും കൂടി ഒഴിച്ചിട്ടാണ് അടിക്കുന്നത്. ശർക്കര നേരത്തെ നമ്മൾ ഉരുക്കിയ ശർക്കര നമ്മൾ അരിപ്പ ഉപയോഗിച്ച് അരിച്ചിട്ട് അതിൻ്റെ ശർക്കരപ്പാനി ഇട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഗ്യാസ് വെച്ച് ഗ്യാസിൻ്റെ കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിനു ശേഷം നമ്മൾ അതിനകത്ത് നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ.
ഇല്ലല്ലോ. അപ്പം പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. നമ്മളിതാ ഇത് നമ്മൾ കർമൂസയും ശർക്കരയും കൂടി അടിച്ചത് ഒന്ന് പരുവതാല ഈ ഒരു പരുവത്തിലേക്ക് വേണം. പരുവൊന്ന് കാണിച്ചു തരാം. അതെ, നല്ലോണം അടിയാണ് കേട്ടോ. കർമൂസ നല്ലോണം വേവും വേണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് നെയ്യിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ കൊത്ത് അതൊന്ന് ആദ്യം നമ്മൾ വഴറ്റിയെടുക്കാം. നല്ല നെയ്യിനെ മണം ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. ഈ പരുവ നമ്മൾ അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ മുന്തിരിയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വാടിക്കോട്ടെ. അപ്പോൾ നമ്മളിത് വറുത്ത സാധനം നമ്മളൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയാം ഇത് മാത്രം തിന്നാൻ നല്ല ടേസ്റ്റ് ആണല്ലേ. സൂപ്പർ ടേസ്റ്റ് ആണോ. പപ്പായ മനസ്സിലാവില്ല ആ ശർക്കരയുടെ. ഇത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് മാത്രം കഴിച്ചു നോക്കേണ്ടി, അടിപൊളിയാണ്. അപ്പൊ ഇത് നമ്മൾ വറവിട്ട് ഇനി നമുക്ക് വറവിട്ടല്ല നമ്മൾ വറുത്തെടുത്ത് ഇനി നമുക്ക് ഇത് ഇതിലേ മിക്സ് ചെയ്യണം. എങ്ങനെയാ നോക്കട്ടോ. ഇനി നമുക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് വറുത്ത അണ്ടിപ്പരുവും മുന്തിരിയൊക്കെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്തത് നമ്മൾ ഒഴിക്കുകയാണ്. അതായത് പപ്പായം ശർക്കരയും കൂടി കൂട്ടി അടിച്ചത് നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വറുത്തത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിതിപ്പോൾ അടുപ്പത്തിട്ടിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക, ലോ ഫ്ലെയിമിലിട്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ കോൺഫ്ലവർ 1 കപ്പ് ഒഴിക്കുകയാണ്. അപ്പം 1 കപ്പ് നമ്മൾ മിക്സ് ചെയ്ത കോൺഫ്ലവർ അല്ലേ, വെള്ളം ഒഴിച്ച് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിടണം, അത് ആദ്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയെ പിടിച്ചോ. എന്നിട്ട് നല്ലോണം അങ്ങനെ മിക്സ് ചെയ്താണ് ഇളക്കി കൊടുക്കണം. നിർത്താണ്ട് കുറച്ച് സമയം ആക്കുമ്പോഴത്തേനും റെഡിയാവും. ഇത് പെട്ടെന്ന് കൈ കിട്ടും. മറ്റേ സാധാരണ അലുവയൊക്കെ ഉണ്ടാക്കണേ നിങ്ങൾ ഇളക്കി മതിയായി പോകും. ഇത് എളുപ്പമാണ് സംഭവം. ഓവനിലൊക്കെ വെക്കണ്ടേ, ഇതൊന്നും വേണ്ട. ചക്ക വരകിയിട്ടുണ്ടോ? കണ്ടിട്ടുള്ളൂ, വിറകിയില്ല. ചക്ക വരകിയുണ്ട്. വലിയ ചക്ക വരകാനും അത് വേണം. ചക്ക മറ്റേ ഇതുണ്ടാക്കും. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത ആകാശ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ ഇതിലിടുകയാണ്. അപ്പോൾ ഏകദേശം ഇതൊന്നും ഇങ്ങനെ തിളയ്ക്കൂലേ, ഇങ്ങനെ ഒരു ബബിൾസ് പോലെ വരും. അന്നപ്പോൾ ഇട്ടാൽ മതി. കാരണം വെച്ചാൽ ഇളക്കണം കേട്ടോ. ഇളക്കിയില്ലെങ്കിൽ ഇത് എന്നിട്ട് ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഇത് മിക്സ് ചെയ്യണം. ഇങ്ങനെ ഏകദേശം ഈ ഒരു പരുവത്തിലെത്തും. ഒരു നൂൽപ്പരുവല്ല, എന്താണ് ഇതിങ്ങനെ ഇതിങ്ങനെ വേഗം ഇങ്ങനെ ആക്കുമ്പോൾ ഇതില് പറ്റാതെ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ നോൺ സ്റ്റിക്ക് പറ്റാതെ ഇങ്ങനെ കിട്ടും. ഇളക്കിയിട്ട് ഇങ്ങനെ ഇതാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നല്ലോണം സെറ്റായി എന്നാണ്. അതായത് പറ്റി കളിക്കൂല. അങ്ങനെ നമ്മൾ ഏകദേശം ഈ ഒരു സെറ്റ്, അതായത് ഇങ്ങനെ കണ്ടോ, നമ്മളിങ്ങനെ ഇളക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സെറ്റായി കിട്ടും. ഹലുവ റെഡി. ഇനി നമുക്ക് തണുത്ത അത് സെറ്റായിട്ട് പപ്പായ ഹൽവ. അപ്പോൾ നമ്മളെ പപ്പായ ഹലുവയാണ് സെറ്റായിക്കൊണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിതാ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. കണ്ടോ, ഇതാണ് സ്മൂത്ത് അങ്ങ് പോരും. ചെറിയ പാത്രത്തിൽ ചെറിയ ഹലുവ നമ്മൾ ഇതിൽ ആക്കുമ്പോൾ ശ്രദ്ധിക്കണ വെച്ചാൽ ഇതിലിങ്ങനെ സെറ്റാക്കണം കേട്ടോ. കാരണം വെച്ചാൽ വേഗം സെറ്റാക്കി തണുക്കാൻ പരത്തി വെക്കണം. അപ്പോൾ നമ്മൾ പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടിയാണ് കേട്ടോ. ആദ്യം അത് വേഗം പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രത്തിൽ നെയ്യ് പുരട്ടിയുണ്ടായി. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പം എന്നിട്ട് വേഗം അത് തണുക്കുമ്പോഴേക്ക് തന്നെ നമ്മളിങ്ങനെ പരത്തി ഇങ്ങനെ നമ്മൾ ഏത് പാത്രത്തിൽ ആക്കുന്ന വെച്ചാൽ ആ പാത്രത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വട്ടത്തിൽ നല്ലോണം പരത്തിയാൽ മതി. നമ്മൾ ആ പാത്രത്തിൻ്റെ ഒരു വലിയ പാത്രത്തിൽ ഒരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അത് തണുത്ത ഇത് സെറ്റാണ്. തണുത്ത നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇത് മറ്റേ നമ്മൾ ചൂടാറിയിട്ടല്ലേ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൽ നെയ്യ് ഒഴിച്ചത് കൊണ്ട് കിട്ടും. ഇനി നെയ്യ് ഒഴിക്കാതെ ആണെങ്കിലും ചിലപ്പം കിട്ടുമോ പറയാൻ പറ്റില്ല. നെയ്യ് ഒഴിച്ചാൽ പിന്നെ ആ റിസ്ക് ഇല്ല. അപ്പോൾ നമ്മളെ പപ്പായ ഹലുവ 2 എണ്ണം, ഒരു ചെറിയ ഹലുവയോ ഒരു വലിയ പാത്രത്തിൽ ഹലുവയോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട്. ഇത് സെറ്റ് ആണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ തണിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നല്ല സെറ്റാവും. ഇപ്പം എന്നറിയുന്ന സംഭവം ഇത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നല്ല സോഫ്റ്റ് ആണ്. ഇതിപ്പോൾ പുഡിങ്ങിനൊക്കെ
മോഡലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ തണിഞ്ഞ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അലുവേൻ്റെ അതിന് നമ്മളെ കഷ്ണം മുറിക്കാം. ഇപ്പം നമുക്ക് നേരമല്ല, കാരണം വെച്ചാൽ അത് തണിഞ്ഞിട്ട് ഇതൊക്കെ റെഡിയാക്കാനുള്ള നേരമല്ല, നമ്മൾ എളുപ്പത്തിൻ്റെ ആൾക്കാരല്ലേ. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് നമ്മളിവിടെ തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റ് നമ്മൾ പുഡിംഗ് ആയിട്ട് ഇങ്ങനെ കഴിക്കാം, കോരി കഴിക്കാം. ഇപ്പം തന്നെ സെറ്റായി വരുന്നുണ്ട്. തണുക്കുന്നതനുസരിച്ച് അപാര ടേസ്റ്റ് ആട്ടോ, പറയാൻ പറ്റൂലല്ലേ, സൂപ്പർ ടേസ്റ്റാ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ പപ്പായൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലാതെ എന്ത് ടേസ്റ്റ് ആണ്, നമ്മളെ അതിശയിപ്പിക്കുന്ന ടേസ്റ്റ് ആട്ടോ. സത്യം പറഞ്ഞാല് ഇത് മുഴുവൻ ഞാൻ തിന്നും, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഞാൻ പറയുന്ന ടേസ്റ്റ് കണ്ടിട്ട് അച്ഛനും ആ ടേസ്റ്റ് നോക്കുകയാണ്. അപ്പം അച്ഛനും സ്വാമിയാണ്, ഞാനും സ്വാമിയാണ്. സ്വാമിമാർക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഉറച്ചെന്നൊക്കെ പറഞ്ഞ അമ്മ എന്നെ ഇവിടെ ടേസ്റ്റ് നോക്കി തിന്നു തന്നെ കേട്ടോ. തണുക്കാനൊന്നും ഇവര് സമ്മതിക്കൂല, അവര് രണ്ടാളും കൂടി വെക്കുക, അവര് രണ്ടാളും കൂടി തിന്നുക. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഇപ്പം വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കി നോക്കാതെ വിശ്വസിക്കൂലല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ അതെ, അമ്മ വിളിക്കുന്ന ടേസ്റ്റ്, ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനം ടേസ്റ്റ് വെക്കാൻ. ആ അല്ല, നമ്മൾ ഇത് ഇവര് വെച്ച് നോക്കട്ടെ. ഇപ്പൊ എല്ലാരും അമ്മ ടേസ്റ്റിന് വിളിക്കാൻ പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അവരെന്നെ വെക്കുമ്പോ അവർക്ക് തന്നെ ടേസ്റ്റ് മനസ്സിലായി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചോട്ടെ അല്ലേ. സംശയം ഇല്ലാക്കൂലല്ലോ, വെക്കുമ്പോ 100 കൂട്ടം സംശയങ്ങൾ ഉണ്ടാവും. അതൊന്നും ഒരു വിഷയമല്ല. ഇളക്കി നല്ലോണം ഇളക്കിക്കൊണ്ട് വെക്കണം, മറ്റേ അലുവയൊക്കെ ആണെങ്കിൽ. ക്യാമറക്ക് പിന്നെന്നറിയോ, ക്യാമറ ഓഫ് ആക്കാൻ നേരല്ല, ഫുള്ള് തീറ്റ തന്നെ.